നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന കുറച്ച് അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. യൂട്യൂബിൽ വന്ന പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി തന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലകത്ത് ട്രിക്കാണ് ഓട്ടോ പ്ലേ എങ്ങനെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ നോക്കാം. ആദ്യം ഓട്ടോ പ്ലേ എന്നുള്ള ഓപ്ഷന് ഇതിൻ്റെ അടിയിലായിട്ടായിരുന്നു കാണിക്കുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ തന്നെ ആണ് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഓഫ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഓഫിൽ തന്നെയാണ് കിടക്കുന്നത്. ഓൺ ചെയ്യാൻ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്യുക. ഇത് ഓൺ ചെയ്യാനും പറ്റും, അതുപോലെ ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ട്രിക്ക് തന്നെയാണ്, സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രിക്കാണ് ക്യാപ്ഷൻസ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇതിൽ ക്ലിക്ക് ചെയ്താൽ പറ്റും. ഇത് ക്ലിക്ക് ചെയ്താൽ ക്യാപ്ഷൻസ് ഓണായി, അതുപോലെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ക്യാപ്ഷൻസ് ഓഫ് ആയി. മൂന്നാമത്തെ ട്രിക്കാണ് യൂട്യൂബ് ഷോർട്സ്. ആദ്യമൊക്കെ ഒരു അടിയിലായിട്ടായിരുന്നു കാണിച്ചിരുന്നത്, സ്റ്റോറി പോലെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഐക്കണായിട്ടാണ് കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോസൊക്കെ ഇതിൽ കാണാം. അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കാർഡ് ചെയ്തത്, ഈ വീഡിയോയിൽ എന്തൊക്കെ കാർഡ് ചെയ്തെന്ന് കാണുന്ന ഒരു ട്രിക്കാണ്. ഈ ട്രിക്ക് യൂട്യൂബേഴ്സിന് അതുപോലെ വ്യൂവേഴ്സിന് ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക, ഈ നില ഐക്കൺ പോലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാർഡ് ചെയ്തെന്നില്ല ലിസ്റ്റ് പോലെ കാണാൻ കഴിയും. ഇനി നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കാൻ മേലേക്ക് സ്വൈപ്പ് ചെയ്യുക. നോർമൽ സ്ക്രീനിലേക്ക് ആക്കാൻ താഴേക്കാക്കുക. പിന്നെ അതുപോലെ തന്നെ മേലേക്കാക്കുക, ഫുൾ സ്ക്രീൻ ആവും. നോർമൽ സ്ക്രീനിക്ക് താഴേക്കാക്കുക. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണതാണോ ഇങ്ങനെ ചെയ്യണതാണോ നല്ലതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.